നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ഹിന്ദി ക്ലാസ്സിൽ പഠിച്ചത് നമ്മൾ എന്താണ് ബേലയും സാഹിലും മഷി വാങ്ങാനായിട്ട് കടയിൽ ചെന്ന് കടക്കാരനോട് മഷി ചോദിക്കുന്ന അല്ലെങ്കിൽ പേനയിൽ മഷി നിറച്ച് താ എന്ന് പറയുന്ന ഭാഗം വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ശേഷം നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. पेन में कुछ स्याही बेची थी, उसे साहिल ने जमीन पर छिड़क दिया. नई स्याही भरवाने के लिए दोनों दुकान पर पहुंचे. पेन में പേനയിൽ കുച്ച് സ്യാഹി ബെച്ചീതി കുറച്ച് മഷി ബാലൻസ് ഉണ്ടായിരുന്നു. ഉസെ അതിനെ സാഹിലിനെ സമീൻ പർ छिड़क दिया. സാഹിൽ തറയിൽ ഒഴിച്ചു കളഞ്ഞു. എന്നുവെച്ചാൽ പേന അഴിച്ച് ബാലൻസ് മഷി പുതിയ മഷി നിറയ്ക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ പഴയ മഷി പേനയിൽ നിന്ന് താഴെ ഒഴിച്ച് കളഞ്ഞു. നയി സ്യാഹി ഭർവാനെ കേലിയെ ദോനോ ദൂക്കാൻ പർ പहुंचे. രണ്ടുപേരും പുതിയ മഷി നിറയ്ക്കുന്നതിന് വേണ്ടി കടയിൽ എത്തിച്ചേർന്നു. ഏക്ക് പെൻമേൻ സ്യാഹി ഫർദോ, ഒരു പേനയിൽ മഷി നിറച്ചു തരാൻ പറഞ്ഞു. സാഹിലിനെ പകലെ സെഹി ബേലാനെ ദൂക്കാൻ വാലെ സെ കഹ. സാഹിൽ പറയുന്നതിനേക്കാൾ മുൻപേ ബേല ആ കടക്കാരനോട് പറഞ്ഞു ഒരു പേനയിൽ മഷി നിറച്ചത്. ഏക്ക് പെൻമേൻ സ്യാഹി ഫർദോ, ഒരു പേനയിൽ മഷി നിറച്ചു തരും അല്ലെ. സാഹിൽ സെ പകലേഹി സാഹിലിനേക്കാൾ മുൻപേ ബേല ദൂക്കാൻ വാലെ സെ കഹ, ദൂക്കാൻ വാലയോട് പറഞ്ഞു. ദൂക്കാൻ വാല എന്ന് വെച്ചാൽ കടക്കാരൻ. ബേട്ടാ സ്യാഹി കി ബോത്തൽ അഭി കാലി ഹോ ഗയേ ഹേ, അബ് തോ കൽ ഹി മിൽ പായേഗി. അപ്പോൾ കടക്കാരൻ പറഞ്ഞു ഏക്ക് എന്താണ് ബേട്ട സ്യാഹി കി ബോത്തൽ മഷിക്കുപ്പി എന്തായിരിക്കും? അഫി കാലി ഹോ ഗയി ഹേ, ഇപ്പോൾ തന്നെ കാലിയായിരിക്കുന്നു എന്ന് വെച്ചാൽ കടയിലെ മഷിയും തീർന്നു അല്ലെ. കടയിലെ മഷിയും തീർന്നു. ഇനി എന്ത് ചെയ്യാം? അബ് തോ കൽഹി മിൽ പായേഗ, ഇനി അടുത്ത ദിവസം ലഭിക്കും അല്ലെങ്കിൽ അടുത്ത ദിവസം തരാമെന്ന് കടക്കാരൻ പറഞ്ഞു. അപ്പോൾ എന്ത് പറഞ്ഞു? ലേക്കിൻ इसने तो पेन में जो स्याही बेची थी उसे फिर जमीन पर छिड़क दिया. ബേല ബോലി. കടക്കാരൻ്റെ ഈ ഒരു മറുപടി കേട്ടിട്ട് അല്ലെങ്കിൽ കടയിൽ മഷിയില്ല എന്ന് പറയുന്നത് കേട്ടിട്ട് ബേല പറഞ്ഞു പേനയിൽ മഷി ഉണ്ടായിരുന്നു. ലേക്കിൻ ഇസ്നെ തോ പെൻമേൻ ജോ സ്യാഹി ഥി ഉസേ ഫി സമീൻ പർ छिड़क दिया. ഈ പേനയിൽ ബാലൻസ് ശകലം മഷിയുള്ളത് സാഹിൽ അത് താഴെ കളഞ്ഞു എന്ന് കടക്കാരനോട് ബേല പറഞ്ഞു. ബാദൽക്കോ ദേക്കർ ഘടേക്കോ നഹി ഡുലാന ചാകി. അപ്പോൾ കടക്കാരൻ പറഞ്ഞു ബാദൽക്കോ ദേക്കർ, മേഘത്തെ കണ്ടുകൊണ്ട് ഘടേക്കോ നഹി ഡുലാന ചാകി, കുടം കമഴ്ത്തരുത് എന്ന് കടക്കാരൻ ബേലയോടും സാഹിലിനോടുമായിട്ട് പറഞ്ഞു അല്ലെ. ബേല പറഞ്ഞു പേനയിൽ അല്പം മഷി ഉണ്ടായിരുന്നു, അത് പുതിയ മഷി നിറയ്ക്കേണ്ട കാരണത്താൽ തന്നെ പഴയ മഷി കിടന്ന മഷി ഒഴിച്ച് താഴെ കളഞ്ഞു അല്ലെ. അപ്പോൾ കടയിൽ മഷി ഉണ്ടോ ഇല്ലയോ എന്നറിയുന്നതിന് മുൻപ് തന്നെയാണ് സാഹില് ആ ഒരു വേല കാണിച്ചത്. അതുകൊണ്ട് തന്നെ കടക്കാരൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ബാദൽക്കോ ദേക്കുക, മേഘത്തെ കണ്ടുകൊണ്ട് ഘടേക്കോ നഹി ഡുലാന ചാകെ, കുടം കമഴ്ത്താൻ പാടില്ല. മഴ വരുന്നത് കണ്ടിട്ട് കുടത്തിലിരിക്കുന്ന വെള്ളം എടുത്ത് കളഞ്ഞിട്ട് വെള്ളം പുതിയ വെള്ളം പിടിക്കാമെന്നുള്ള മോഹം പാടില്ല എന്നാണ് അത് പറഞ്ഞത്. ദൂക്കാൻ വാലെ ഫയ്യാനെ കഹ ഔർ പൂച്ച കോൺ സി മേ പഠിത്തേ ഹോ. ദൂക്കാൻ വാല ഫയ്യാനെ, ആ കടക്കാരനായ അല്ലെങ്കിൽ ആ കടക്കാരനായ സഹോദരൻ ആ കുട്ടികളോട് ചോദിച്ചു കോൺ സി മേ പഠിത്തേ ഹോ, ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു, എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? പാഞ്ച്വീ മേ സാഹിലിനെ ഐസെ ബുരേ മൻസെ ബതായ. വളരെ വളരെ മോശമായ രീതിയിൽ നിന്നാണ്, വളരെ വിഷമത്തോടുകൂടി സാഹിൽ പറഞ്ഞു 5ാം ക്ലാസ്സിലാണ്. പാഞ്ച്വീ മേ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന് സാഹിൽ ലജ്ജയോടുകൂടി അല്ലെങ്കിൽ അല്പം വിഷമത്തോടുകൂടി പറഞ്ഞു. ജയ്സെ പാഞ്ച്വീ പഠാന പാപ് ഹോ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏതോ ഒരു പാപം ആണ് എന്നുള്ള രീതിയിൽ സാഹിൽ പറഞ്ഞു. അപ്പോൾ കടക്കാരൻ ചോദിച്ചു ദോനോ, രണ്ടുപേരും 5ാം ക്ലാസ്സിൽ തന്നെയാണോ? ദൂക്കാൻ വാലേനെ ഫയ്യാനെ കഹ, ദൂക്കാൻ വാലേനെ ഫയ്യാനെ കഹ, രണ്ടുപേരും പറഞ്ഞു. രണ്ടുപേരോടും ചോദിച്ചു രണ്ടുപേരും 5ാം ക്ലാസ്സിൽ തന്നെയാണോ എന്ന് പറഞ്ഞു. ഹാ ദോനോ, അതെ രണ്ടുപേരും.
और हम दोनों का സെക്ഷൻ ഫീ ഏക് ഹി ഹൈ, എന്നാൽ ഞങ്ങൾ രണ്ടുപേരും ഒരേ ഡിവിഷനിൽ തന്നെയാണ്, ഒരേ സെക്ഷനിൽ തന്നെയാണ് എന്ന് ബേല വളരെ അഭിമാനത്തോടു കൂടി, ബേലാനെ ഐസെ ഖുഷ് ഹോക്കർ ബതായ, വളരെ സന്തോഷത്തോടു കൂടി ബേല പറഞ്ഞു, അതെ ഞങ്ങൾ രണ്ടുപേരും 5ാം ക്ലാസ്സിലാണ്, ഒരു ഡിവിഷനിൽ ആണ് എന്ന് വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു. ബേഗത്ത് ബെഡി ബാത്ത്, ഇതൊരു വലിയ കാര്യമായിട്ട്, അല്ലെങ്കിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഒരു വലിയ കാര്യമാണ് എന്നുള്ള സന്തോഷത്തിലാണ് ബേല അങ്ങനെ പറഞ്ഞത്. ക്ലാസ് में दोनों पास पास बैठते थे, कॉपी में काम करते तो दोनों कॉपी में काम करते थे, किताब पढ़ते तो दोनों किताब पढ़ते, बल्कि पाठ भी एक ही पढ़ते. എന്താണ് ക്ലാസ് में दोनों पास पास बैठते थे, ക്ലാസ്സിൽ രണ്ടുപേരും, ക്ലാസ്സിൽ ദോനോ രണ്ടുപേരും അടുത്തടുത്താണ് ഇരിക്കുന്നത്. കോപ്പിമേ കാം കർത്തേ, കോപ്പി എഴുതുന്ന സമയത്ത് എന്ന് വെച്ചാൽ വീട്ടിൽ വന്നിരുന്നായാലും അല്ലെങ്കിൽ ക്ലാസ്സിലിരുന്ന് കോപ്പിയാണ് രണ്ടുപേരും ഒരാൾ എഴുതുന്നെങ്കിൽ അടുത്ത ആൾ, ഇപ്പം സാഹിൽ കോപ്പിയാണ് ചെയ്യുന്നതെങ്കിൽ ബേലയും കോപ്പി ചെയ്യും. പിന്നെ രണ്ടുപേരും പുസ്തകം വായിക്കുകയാണെങ്കിൽ രണ്ടുപേരും പുസ്തകം വായിക്കും. दोनों कॉपी काम करते तो किताब पढ़ते तो दोनों किताब पढ़ते, ഒരാൾ പുസ്തകം വായിക്കുകയാണെങ്കിൽ അടുത്ത ആളും പുസ്തകം തന്നെ വായിക്കും. പിന്നോ ബൽക്കി പാഠ് ഫീ ഏക് ഹി പഠിത്തെ, പാഠഭാഗം പോലും രണ്ടുപേരും ഒരേപോലെയാണ് പഠിക്കുന്നത്. ബസ് തൽവാർ എന്താണ് സാഹിൽ ചമക്കുടി സൻ 57 में वह तलवार पुरानी थी पढ़ता तो बेला फी ചമക്കുടി സൻ 57 വക തൽവാർ പുരാനി थी पढ़ती थी. അപ്പോൾ സാഹിൽ ഏത് പാരഗ്രാഫിലെ ഏത് വാക്യമാണോ വായിക്കുന്നത് അതേ പാരഗ്രാഫിലെ അതേ വാക്യം തന്നെയായിരിക്കും ബേലയും വായിക്കുന്നത്. ബേല കഹത്തി, ബേല പറഞ്ഞു, ബഹൻജി പാനി പീന ചലി ജാവൂ, നമുക്കല്പം വെള്ളം കുടിക്കാൻ പോയാലോ എന്ന് ബേല ചോദിച്ചാൽ സാഹിലും പറയും ശരി, എങ്കിൽ നമുക്ക് പോയി വെള്ളം കുടിക്കാം. ഇനി സാഹിലാണ് അങ്ങനെ പറയുമെങ്കിൽ ബേലയും പറയും ശരി, ഞാനും വരുന്നു വെള്ളം കുടിക്കാൻ. ആ ഒരു രീതി. എന്നിട്ട് പറയുന്നു സാഹിൽ ഫീ കഹത്ത ബഹൻജി പാനി പീന ചലാ ജാവൂ, എങ്കിൽ നമുക്ക് വെള്ളം കുടിച്ചിട്ട് വരാം. गणित के माठ साहब सुरेंद्र जी का पीरियड घेल कमेटी के बाद आता. ഗണിത കെ മാട്ട് സാബ്, ഗണിതം പഠിപ്പിക്കുന്ന സാർ സുരേന്ദ്രൻ സാറ് പീരിയഡ് ഖേൽ കമറ്റി കെ ബാദ് ആത്ത, അതായത് ഇന്റർവെല്ലിന് ശേഷമാണ് സുരേന്ദ്ര സാറിന്റെ ക്ലാസ് നടത്താറുണ്ട്. അതൊന്ന് കട്ട് ചെയ്യണം. എന്നിട്ട് ഇനി ആ പോയിന്റ് കൊണ്ടുപോകണം. गणित के माठ साहब सुरेंद्र जी का पीरियड खेल कमेटी के बाद आता था, बच्चे उनसे कामते थे और खेल कमेटी बाद होने से 2 मिनट पहले की अपने अपनी जगहों पर आकर बैठ जाते थे. അതായത് ഗണിത കെ മാട്ട് സാബ് സുരേന്ദ്ര ജി, അതായത് ഗണിതം കണക്ക് പഠിപ്പിക്കുന്ന സുരേന്ദ്ര സാറ്, അതായത് എന്താണ് അദ്ദേഹത്തിന്റെ ക്ലാസ് എന്ന് പറയുന്നത് ഖേൽ കമറ്റി കെ ബാദ്, ഇന്റർവെല്ലിന് ശേഷമാണ്. ബച്ചെ ഉൻസെ കാംതിരെ, കുട്ടികൾക്ക് അദ്ദേഹത്തെ ഭയങ്കരമായ ഭയമായിരുന്നു, പേടിച്ചിരുന്നു. കുട്ടികൾ അദ്ദേഹത്തെ ഭയങ്കരമായി പേടിച്ചിരുന്നു. ഔർ ഖേൽ കമറ്റി കെ ബാദ്, അതായത് ആ ഇന്റർവെൽ കഴിയുന്നതിന് 2 മിനിറ്റിന് മുൻപ് 2 മിനിറ്റ് പകലേക്ക് അപ്പനി ജഗഹോं पर आकर बैठ जाते थे. അതായത് ആ ഇന്റർവെൽ കഴിയുന്നതിന് 2 മിനിറ്റിന് മുൻപ് തന്നെ കുട്ടികൾ അവരവരുടെ ക്ലാസ്സിലെ അവരവരുടെ സീറ്റുകളിൽ വന്നിരിക്കണമായിരുന്നു. അതായിരുന്നു നമ്മുടെ സുരേന്ദ്ര സാറിന്റെ നിബന്ധന. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഭയങ്കരമായ ഭയമായിരുന്നു. കാരണം എന്താ, സുരേന്ദർജി മാട്ട് സാബ് ഇസി പീരീഡ് മേ കോപ്പി ജാഞ്ച് ദേദേ, അദ്ദേഹം ആ സമയത്താണ് കോപ്പി പരിശോധിക്കുന്നു. ജരാസി ഗൽത്തി പർ ബച്ചോങ്കോ ഇധർ ഉധർ ഫേങ്ക് ദേത്തെ, അല്പം തെറ്റുണ്ടെങ്കിൽ പോലും, ശകലം തെറ്റുണ്ടെങ്കിൽ പോലും ആ കുട്ടികളെ എന്ത് ചെയ്യുമായിരുന്നു, കുട്ടികളുടെ മുടിക്ക് പിടിച്ച് വലിക്കുകയും തെല്ലുകയും വലിച്ച് ദൂരേക്ക് മാറ്റി എറിയുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഇതുകൊണ്ടായിരുന്നു കുട്ടികൾക്ക് ഭയം തോന്നിയിരുന്നത്. ജരാസി ഗൽത്തി പർ, അല്പം തെറ്റുണ്ടെങ്കിൽ പോലും ബച്ചോങ്കോ തൻ്റെ കുട്ടികളെ ഇധർ ഉധർ ഫേങ്ക് ദേത്തെ, അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുമായിരുന്നു. ഛാപ്പട്ട് മാറിനെത്തിനെ വളരെ ക്രൂരമായ രീതിയിൽ അവരെ ശിക്ഷിക്കുമായിരുന്നു, അടിക്കുമായിരുന്നു. പിന്നെ ഉൻകെ
इधर उधर फेंक देते थे या झापट मारने लेते थे, उनका हाथ चलना शुरू होता तो रुकना भूल जाता था. उनका हाथ चलना शुरू होता तो रुकना भूल जाता. അദ്ദേഹത്തിന്റെ കൈകൾ ചലിക്കാൻ തുടങ്ങിയാൽ എന്ന് വെച്ചാൽ കുട്ടികളെ ശിക്ഷിക്കാൻ തുടങ്ങിയാൽ അദ്ദേഹം എന്തായിരുന്നു തുടർന്നുകൊണ്ടേയിരിക്കും, കുട്ടികളെ ശിക്ഷിച്ചുകൊണ്ടേയിരിക്കും. പിന്നീട് ആ ശിക്ഷ നടപടി അവസാനിപ്പിക്കാൻ അദ്ദേഹം മറക്കുമായിരുന്നു. ആ ഒരു രീതിയിലായിരുന്നു ആ കുട്ടികളെ അദ്ദേഹം ശിക്ഷിച്ചിരുന്നത്. एक दिन सुरेंद्र जी माट साहब ने बेला के बालों में पमचा फमसाया. ഒരു ദിവസം സുരേന്ദ്രൻ സാർ എന്ത് ചെയ്തു? ബേലാക്കെ ബാലോമേ, ബേലയുടെ ബാലോമേ മുടികളിൽ പംച ഫംസായ കുത്തിപ്പിടിക്കുകയും पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे वह गलती थी ही नहीं, उन्होंने बेला को छोड़ दिया. എന്താണ് എന്താ പറഞ്ഞത്? ഒരു ദിവസം സുരേന്ദ്ര സാർ എന്ത് ചെയ്തു? ബേലയുടെ മുടികളിൽ കുത്തിപ്പിടിച്ചു. पर शायद जिस गलती को पाकर वे उनके बाल पकड़कर फेंकने वाले थे. അതായിരുന്നു. അപ്പോൾ ആ ബേല ചെയ്ത തെറ്റെന്തെന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ തന്നെ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് തന്നെ ആ മുടിക്ക് കുത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ മുടിക്ക് പിടിച്ച് വലിക്കുന്ന എന്തിനാണെന്ന് അറിയുമായിരുന്നില്ല. उन्होंने बेला को छोड़ दिया. बेला के फाफिर चेहरों को देखकर सागिल बुरी तरह डर गया था. അതായത് ഉനോനെ ബേലാക്കോ ചോർ ദിയ, അദ്ദേഹം ബേലയുടെ മുടികളിൽ നിന്നും പിടിവിട്ടു. ബേലാക്ക് ഫൈഫീദ് ചേകർക്ക് ദേഖകർ സാഗിൽ ബുരി തരക് ഡർ ഗയ. ബേലയുടെ മുഖം, അതായത് ഭയം കൊണ്ട് നിറഞ്ഞ മുഖം കണ്ടപ്പോൾ സാഗിൽ ബുരി തരക്, സാഗിൽ ബുരി തരക് ഡർ ഗയ, വളരെയധികം ഭയപ്പെട്ടിരുന്നു. അതായത് ബേലയുടെ ഭയമാർന്ന മുഖം കണ്ടപ്പോൾ സാഗിലിനും പേടി തോന്നി. उसे देखा कि അവൻ കണ്ടു ബേല के पांव അഫി അഫി काम रहे थे. ബേലയുടെ കാലുകൾ ഇപ്പോഴും വിറയ്ക്കുകയായിരുന്നു. ജയ്സെ വഗ് ഘടെ ഘടെ അഫി ഗിർ ജായകി, ഇപ്രകാരം അവൾ വീണു പോകും എന്ന് തോന്നി. सुरेंद्र जी माट साहब ने कॉफी को उसके बैठने की जगह पर फेंकते हुए कहा, बैठ अपनी जगह पर. അതായത് സുരേന്ദ്ര സാർ തൻ്റെ കോപ്പി ബുക്ക് അവൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, പോയി തൻ്റെ സ്ഥലത്ത് പോയി ഇരിക്കാൻ പറഞ്ഞു. ബേലക്ക മൻ ബഹുത്ത് ഖരാബ് ഹോ ഗയ, ബേലയുടെ മനസ്സ് വളരെയധികം വിഷമിച്ചു, വളരെയധികം അവളുടെ മനസ്സിന് മുറിവേറ്റിരുന്നു. മാട്ട് സാബ് ഛാഗെ മുझे പീഡ് ലേത്തെ മകർ സാഹിൽക്ക് സാമനെ നഹി. കാരണം എന്ന് വെച്ചാൽ അവൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സാഹിലിൻ്റെ മുൻപിൽ വെച്ചാണ് ബേലയെ സാർ മുടിക്ക് പിടിച്ച് വലിച്ചത്. അപ്പോൾ ബേലയ്ക്ക് അതിൻ്റെതായ ചമ്മലും വിഷമവും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തായിരുന്നു, ബേല മനസ്സിൽ പറഞ്ഞു, മാട്ട് സാബിന് ഒരു പക്ഷേങ്കിൽ എന്നെ വേദനിപ്പിക്കാമായിരുന്നു, അല്ലെങ്കിൽ എന്നെ ശിക്ഷിക്കാമായിരുന്നു, അത് സാഹിലിൻ്റെ മുൻപിൽ വെച്ച് വേണ്ടായിരുന്നു. വക് സാഹിലിന്റെ സാമനെ കുത്കോ ശർമിന്ദ മഹസൂസ് കർ രഹി थी. സാഹിലിൻ്റെ മുൻപിൽ അവൾ എപ്പോഴും അല്പം നാണം പ്രകടിപ്പിച്ചിരുന്നു. ക്യോംകി, എന്തുകൊണ്ടെന്നാൽ വക് ജാൻതി ദീക്കി വക് സാഹിൽക്ക് നസർമേ, അവൾക്കറിയാമായിരുന്നു വക് സാഹിൽക്ക് നസർമേ, സാഹിലിൻ്റെ ദൃഷ്ടിയിൽ, സാഹിലിൻ്റെ കാഴ്ചപ്പാടിൽ അവൾ ഒരു നല്ല കുട്ടിയാണെന്ന് അറിയാമായിരുന്നു. ജബു ഉസ്കെ പാസ് ആക്കർ ബാറ്റി ഉസ്സെ നസർ നഹി മിലാ പായി. അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവത്തിൽ വിഷമിച്ചിട്ട് സാഹിലിൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പാഠഭാഗം ഇത്രയും പഠിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അതിനകത്ത് നമ്മൾ ഇതുവരെ പഠിച്ചതിൻ്റെ ക്വസ്റ്റ്യൻ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. അത് ഞാനൊന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. അതിന് ആൻസർ വീട്ടിൽ തന്നെ ഇരുന്ന് പുസ്തകം നോക്കി കണ്ടുപിടിച്ച് എഴുതി ഗ്രൂപ്പിൽ ഇടുക. സാഹിൽ और बेला स्कूल के लिए घर से कुछ समय പകലെ നികൽ ആത്തെ थे. क्यों? അതായത് സാഹിലും ബേലയും സ്കൂളിൽ പോകുമ്പോൾ കുറച്ച് മുൻപ്, എന്നും പോകുന്നതിനേക്കാൾ 5 മിനിറ്റിന് മുൻപ് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുമായിരുന്നു. ക്യോ, എന്തിനു വേണ്ടിയായിരുന്നു സാഹിലും ബേലയും സ്കൂളിൽ പോകുമ്പോൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്? അത് ചോദ്യം അതാണ്. രണ്ടാമത്തെ ചോദ്യം, വേ സ്കൂൾ ഗേലിയെ ഗർസെ കുച്ച് സമയം പകൽ നിക ആത്തേ थे. വേ കോൻ ഹേ, അതായത് എന്താണ്, വേ സ്കൂൾ കരിയെ, അവർ സ്കൂളിലേക്ക് പോകുന്ന വീട്ടിൽ നിന്ന് കുറച്ച് സമയത്തിന് മുൻപ് ഇറങ്ങുമായിരുന്നു. അവർ ആരെല്ലാമായിരുന്നു? കുറച്ച് മുൻപ് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്നത് ആരെല്ലാമായിരുന്നു എന്നാണ് ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, ബാദൽ കോ ദേഖകർ ഘടേക്കോ നഹി ഡുലാന ചാഹി.
അതായത് മേഘത്തെ കണ്ടുകൊണ്ട് കുടം കമഴ്ത്താൻ പാടില്ല എന്ന് ദൂഖാന്താറിനെ ഐസക്യോം ഖ കച്ചവടക്കാരൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? ഈ 3 ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾ പുസ്തകത്തിൽ നിന്ന് തന്നെ കണ്ടുപിടിച്ച് ഗ്രൂപ്പിൽ ഇടുക, പരിശോധിക്കുന്നതാണ്. ശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഗുഡ് ബൈ.